ആദ്യം ഗണപതിക്ക്. അതെ, ചെടികളൊക്കെ. ഓ അത് ശരി. ഞങ്ങളിപ്പോ ഗാർഡനിങ്ങിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. എളുപ്പാണ്, പക്ഷെ അച്ഛൻ ചിരിക്കുക. അച്ഛാ ഗോ പോയി ട്രൈ ചെയ്യൂ. എനിക്ക് കത്ത് ഭയങ്കര ഇഷ്ടമാണ്. അതെ അച്ഛന് പക്ഷെ സത്യം പറഞ്ഞ ടേസ്റ്റ് ചെയ്തോ? കാലം കൈമാറി അവനിൽ വെച്ചു. എന്ന് പറയുന്നു. എല്ലാം നമ്മളുടെ ഇങ്ങനെ അടുക്കള പണ്ട് കണ്ടിക്കുന്നത് നിങ്ങള് ക്വാറന്റൈൻ ടൈമിലാവൂല്ലേ? കണ്ട വല്ലവരും സെലക്ട് ചെയ്യോ ആരാനെ ഷെഫിന്? എന്തിന്? ഷെഫ് നല്ല ജ്യൂസി ചെയ്യല്ലേ? ഞാൻ തൊട്ട പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റാ. അതെ, സൂപ്പർ. ബൈ. ഇന്നൊരു പുതിയ അടുക്കളയിൽ ഉള്ള പാചകം കേട്ടോ. അപ്പൊ ഇന്നത്തെ പാചകം ജയനാണ്. ജയന്റെ സ്പെഷ്യൽ ഫുഡാണെന്ന്. അപ്പം എനിക്കിന്നൊരു സഹായം മാത്രമേ ഉള്ളൂ, കൈ സഹായം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ജയനാണ് ചെയ്യുന്നത്. ജയ മുന്നോട്ട് നോക്കില്ലല്ലോ. ജയന്റെ ഫുഡ് കഴിച്ചിട്ട്. അതെ, ഈ അടുക്കളയിൽ ആദ്യമാവൂല്ലേ? ഈ അടുക്കളയിൽ തരികളെ കളിച്ചു കിടക്കും. ടൈമില്ല ചട്ടയും. അതെ. എന്താണത് സാധനം? സിമ്പിളാ? സിമ്പിൾ സിമ്പിൾ ഡിന്നർ. ഞങ്ങളുടെ ഫേവറേറ്റ്. എന്താ പേര് പറയൂ? പേരൊന്നുമില്ല, ബേക്ക് ചിക്കൻ ആൻഡ് വെജിറ്റബിൾസ്. ബേക്ക് അല്ലേ? ബേക്ക് ചെയ്തിട്ട് അല്ലേ? ഓക്കെ. ഇതിന് മെയിൻ സാധനങ്ങൾ വെജിറ്റബിൾസ് ആണ്. പിന്നെ സൈഡായിട്ട് ചിക്കനും. ഇത് മതിയോ ചെയ്യാം? അല്ല, അപ്പൊ സൈഡ് വേണം ചിക്കൻ. ചിക്കൻ ഇല്ലെങ്കിൽ അതെ, ഹാഫ് മുറിച്ചാൽ മതിയോ? വെജിറ്റബിൾസ് കട്ട് ചെയ്യാനുള്ള ടൈം പിന്നെ ഓവനിൽ വെക്കും നമ്മള്. അതെ, ഓവനിലാണ്. ഇങ്ങനെ അടുക്കള പണ്ട് കണ്ടിക്കുന്നത് നിങ്ങള് ക്വാറന്റൈൻ ടൈമിലാവൂല്ലേ? പിന്നെ നമ്മളെങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ? ഇല്ല. ആ ഇല്ല, ബോംബെയില് സത്യം. എന്റെ കുക്കിംഗ് വളരെ കുറവായിരുന്നു പ്രാവശ്യം. അല്ല, ബോംബെയില് പോയിട്ട് നമ്മൾ ഉണ്ടാക്കിയില്ലേ എന്തോ ചേച്ചിയുടെ അവിടെ? നമ്മളാ കഴിഞ്ഞ മെയില് പോയപ്പോ ഏട്ടൻ എന്തോ ഉണ്ടാക്കിയിട്ടുണ്ട്, പാസ്ത. ഈ പേരഞ്ഞുള്ളൂ, പക്ഷെ ജസ്റ്റ് ഓപ്പോസിറ്റ് വേണമെന്നാണ് നമ്മുടെ എക്സ്പെരിമെന്റ് ചെയ്യുന്ന മൊത്തം. അത് ശരി. അതെ, എക്സ്പെരിമെന്റ് ഒന്നല്ല, നല്ല കുക്കല്ലേ ജയൻ അല്ലേ? പ്രൊഫഷണൽ ഷെഫ്. ഇതിലിപ്പോൾ എല്ലാ വെജിറ്റബിളും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കുക്കുംബർ എല്ലാം ഇങ്ങനെ വട്ടത്തിൽ നുറുക്കിയതാണ്. കുക്കുംബർ ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്. ഇതെന്താ ജയ പേര്? സുക്കീനി. എന്താ സാധനം? ഇത് ഒരു വെജിറ്റബിൾ ആണ്. ഈ സാലഡിനൊക്കെ ഇടുന്നതാവും അല്ലേ ഇത്? പിന്നെ ബ്രൊക്കോളി ഉണ്ട്, ഉള്ളി, ക്യാരറ്റ്, പിന്നെ ഇത് ബേബി ടൊമാറ്റോ, പിന്നുള്ളത് കൂണ്, പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ട്. ബോൺലെസ് ചിക്കനാണ് ഇത്. വേറെ എന്താ വെറും ബോൺലെസ് ചിക്കൻ്റെ പാർട്ടൊന്നുമില്ലല്ലോ ഈ ചിക്കൻ്റെ? വേറെ അങ്ങനെയല്ലേ? അങ്ങനത്തെ അല്ലല്ലോ, അത്രേ ഉള്ളൂ അല്ലേ? പിന്നെ ബേബി പൊട്ടറ്റോ ഉണ്ട്, കുറച്ച് ഗാർലിക് ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ ജയൻ ഇടുമ്പോൾ പറയട്ടോ, എനിക്കറിയില്ല എന്തൊക്കെയാണത്. ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട്. എന്താണെന്ന് പറയാം, സിമിലർ തന്നെ. പക്ഷെ ഇത് ഭയങ്കര ഹെൽത്തി സാലഡ് അല്ലേ?
എന്ത് ഈ കുക്കിയിൽ സാലഡ് അല്ല. ആ എന്തതിന്റെ പേര്? എന്തതിന് പറയാ? Baked vegetables. ബേക്ക്ഡ് വെജിറ്റബിൾസ്. ഓ ഓക്കെ. കുപ്പിയിലെന്ത് നെയ്യോ? അല്ല, തേനുണ്ട്. തേനാണ്. ഓ വയനാട് നിന്നാണ് ആ വയനാട്ടിൽ നിന്ന് ആ വയനാട്ടിൽ നിന്ന് വരുന്നത്. ശരി. പിന്നെ ഇതെന്താ? ഒലിവ് ഓയിലാ? ഒലിവ് ഓയില്. പിന്നെ ഇതെന്താ? ചില്ലി. ആ ഫ്ലേക്സ്. പിന്നെ ഇപ്പൊ ജയൻ ചെയ്യണത് ആ. ഈ വെജിറ്റബിൾസിലേക്ക് സോർട്ട് ചെയ്യാനുള്ള അല്ലെ, അതിൽ മിക്സ് ചെയ്യാനുള്ള ഒരു കൈൻഡ് ഓഫ് എന്താണ് പറയാ മിക്സ്ചർ ഉണ്ടാക്കാൻ. സോസ് ആണ്. ലെമൺ ബട്ടർ ഇല്ലല്ലോ. ലെമൺ ഗാർലിക് സോസ്. ഇത് തൈന്നൊന്നും വേണമെന്നില്ല. അപ്പൊ അതിൽ ആദ്യം നാരങ്ങ പിഴിഞ്ഞു, കയ്യിൽ കിട്ടുന്നതൊക്കെ ഇതാ. അല്ല ഇതൊക്കെ ശരിക്കും പ്രോപ്പർ നമ്മുടെ തൈം എന്ന് പറയുന്ന സാധനം. പിന്നെ റോസ്മേരി. ഇത് ഉണക്കിയതാണ്. റോസ്മേരി ഡ്രൈഡ് ആണ്. ഇതിവിടെ നമുക്ക് ശരിക്കും പച്ചയും കിട്ടും, ലീവ്സ് കിട്ടും. റോസ്മേരി മുഖത്തും പറ്റുള്ളൂ. അത് വേറെ. ഇന്നുണ്ടാക്കണതാവൂല. അല്ല ഇതൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമുക്ക് ഈ കൊറിയൻഡർ ലീവ്സ് ഒക്കെ റോസ്മേരി ഇതൊക്കെ നാട്ടിലുണ്ട്. ഇത് നാട്ടില് നമ്മളെ ഞാൻ അന്നേ ഇത് എവിടെ കിട്ടുക എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പൊ നാട്ടിലിപ്പോ വില്ലേജിലൊക്കെ റോസ്മേരി ഒറിഗാനൊക്കെ ഒറിഗാനോ ഉണ്ട്. നമുക്ക് ഇറ്റാലിയൻ സീസണിങ്സ് ഒക്കെ ഇടാം. പിന്നെ ഇത് ചില്ലി ഫ്ലേക്സ് നമ്മള് ഡോമിനോസ് എന്നൊക്കെ വാങ്ങുമ്പോൾ അതിൽ എടുത്ത് വെക്കുന്ന ചില്ലി ഫ്ലേക്സ്. അത് കട്ട് വെച്ചതാവും. കട്ട് വെക്കില്ല, ഇവിടെ വരുമ്പോ എടുത്ത് വെക്കില്ലല്ലേ. ജയന ബട്ടർ വേണ്ട. കുരുമുളക് പൊടി വേണ്ടേ? ഇത് മുളക് പൊടിയല്ലേ? ഒരു കണക്കൊന്നുമില്ല കേട്ടോ ജയനെ. ഒക്കെ അങ്ങനെ ചെഫ്മാരെന്നാണ് കണക്കില്ല. അതൊക്കെ ആ കറക്റ്റ് വീഴുള്ളൂ അതില്. അതാണ് കണക്ക്. അല്ല ടീസ്പൂൺ അതെ. അങ്ങനെ അതെന്താ ചെയ്യാ? നല്ല കട്ടയല്ലോ അല്ലേ? ഓ ശരി. ഞങ്ങള് വയനാട് പോയപ്പോ വാങ്ങിയത്. അതാണിങ്ങനെ എത്തിക്കുന്നത്. തണുപ്പ് കാരണം. ശരി. ഇപ്പൊ ശരിക്കുള്ളതാണ് ഇങ്ങനെ കട്ടയാവും അല്ലേ? വിചാരിക്കാം. ഹണി പരീക്ഷിച്ചിട്ടില്ല അതുവരെ അല്ലേ? ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യല്ലേ? അറിയണവര് പറയാ തേന് തണുപ്പില്. അതെ, തണുപ്പില് കട്ടാവുക ഞങ്ങൾക്ക് ആണെങ്കിൽ ഒറിജിനൽ. അതെ, ചെറിയൊരു പ്രതീക്ഷ അല്ലേ? ഫാക്ടറി. അതെ, ഒരു തേനെടുക്കുന്ന ഒരു ഫാക്ടറി. ഗവൺമെന്റ് അപ്രൂവലാ? അപ്പൊ പിന്നെ ശരിയായിരിക്കാം. ബട്ടർ എടുക്കട്ടെ? വേണം. മിക്സിംഗ് ഒക്കെ ശരിയായപ്പോ നന്നായി മിക്സ് ചെയ്യുന്നു. ഇത് ബട്ടർ എവിടെ പോയി? അല്ല അതെടുക്കണ്ട്. അരിയാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ തേന്? ഞാൻ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും അച്ഛൻ ഞങ്ങളുടെ അതൊക്കെ കാണിച്ചു കൊടുക്കും. അതെ, ചെടികളൊക്കെ. ഓ ശരി. ഞങ്ങളിപ്പോ ഗാർഡനിങ്ങിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അതെ, ഇതൊക്കെ എന്താണ് വെള്ളം വേണ്ടാത്ത ചെടികളല്ലേ? വെള്ളം വേണം, ബട്ട് ലോ മെയിൻ്റെനൻസ്. ഇത് റബ്ബർ പ്ലാന്റ്. പിന്നെ ഇത് ജിസി. സൺലൈറ്റ് വേണ്ട, കുറവ് മതി. ജയനവിടെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യണം. എത്ര ഇതിലാണ് പ്രീ ഹീറ്റ് ചെയ്യണത്? 250 അല്ലല്ല 200. പ്രീ ഹീറ്റ് അല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിന്നെയും വെക്കില്ലേ? പിന്നെ നമ്മൾ ഇത് എത്ര മിനിറ്റ് വെക്കണം? അതാ ഞാൻ ചോദിച്ചു, 25 മിനിറ്റ് വെക്കണ്ടേ? അല്ല അല്ല, ഞാൻ ഈ ബേക്ക് ചെയ്യുന്ന സമയം ചോദിക്കുന്നത്. 25 മിനിറ്റ്. ബട്ടർ പേപ്പർ വെച്ച് ഒരു ട്രേയില് ബട്ടർ പേപ്പർ വെച്ച് സെറ്റ് ചെയ്യാണ്. പിന്നെ ഒരു കുറവുണ്ടോ ഇവിടെ? തലേന്ന് കാണിക്കാം. അതെ,
എല്ലാരും ഒന്ന് കാണട്ടെ. ഞാൻ തൊട്ട തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാ. ഓ പിന്നെ അതെ അച്ഛനച്ഛന്റെ സ്പെഷ്യൽ നമുക്ക് വേറെ ദിവസം ഉണ്ടാക്കാം. അതെ. ഇവിടുന്ന് വേണം സ്പെഷ്യൽ ഉണ്ടാക്കാൻ. ഇതൊക്കെ ഉണ്ടാക്കാനേ കുറച്ചൊരു കഴിവ് വേണം കേട്ടോ. എൻ്റെ മാതിരി അല്ലേ ഇങ്ങനെ നാടൻ ഫുഡ് ഉണ്ടാക്കണ മാതിരിയല്ല, ഇതിനൊരു പ്രത്യേക ഒരു കഴിവ് തന്നെ വേണം, ഒരു ഇഷ്ടം ഇൻട്രസ്റ്റ് എല്ലാം വേണം. നന്നായി മതിയായിരുന്നു. നന്നാവും. അല്ല ഇത് ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ ഫുഡ്. ആദ്യം ഇരുന്ന എന്താ തക്കാളിയാ മിക്സ് ചെയ്തിടാം, മിക്സ് ചെയ്യണ്ട, അങ്ങനെ വെക്കാം. എന്തായാലും ഇനി എന്താ ബേബി പൊട്ടറ്റോ. എല്ലാം വെക്കാം. ഇനി എല്ലാം ഇങ്ങനെ നമ്മൾ നിരത്തി ഇടുക. ഇത് എല്ലാ വെജിറ്റബിൾസും ആ ട്രേയില് നമ്മള് പരത്തിയിടുക. അതാണ് main. ക്യാമറ ഗീതിന് കൈമാറിയിരിക്കുകയാണ്. അതെ. അച്ഛൻ പറഞ്ഞത് എന്താ വേണ്ട? കണ്ടന്റ് ആയിട്ട് അല്ല ഈ എന്താ കട്ടിംഗ് ബോർഡ് ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. എന്തൊരു വെയിറ്റ് ആ എന്തൊരു വെയിറ്റാ ഇത് marble. ഇത് മാർബിളാ. ആ അത് ശരി. ആമസോണിൽ ആ ഞാൻ ആദ്യമായിട്ട് കാണാം. കല്ല് കണ്ടിട്ടുണ്ട് നമ്മള്, ചപ്പാത്തി കല്ല്. പക്ഷെ ഇങ്ങനെ കട്ടിംഗ് ബോർഡ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇത് നല്ലതല്ലേ, നമ്മള് കൂട്ടി വെച്ചാലും അങ്ങനെ എല്ലാം ഒരേപോലെ ഇത് നമ്മൾ 25 മിനിറ്റ് വെക്കും. ഇത് ബേക്ക് ചെയ്യല്ലേ. പിന്നെ ഇത് പച്ചക്കറി അല്ലേ പെട്ടെന്ന് ആവും ചെയ്യും. ബോട്ടോ ടോപ്പ് ഓൺ ആക്കില്ലേ? ഇല്ല, ബേക്ക് ചെയ്യുമ്പോ ബേക്കിംഗ് ആണ്, ഓവനാണ്. ഓവന് OTG മോഡല്ല, അതായത് റോഡല്ല. ഓ ശരി ശരി. ചൂട് വെച്ചിട്ട് ഇതിലിപ്പോ ചെയ്യാൻ നമുക്ക് എന്ത് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഇടാം അല്ലേ. കോളിഫ്ലവർ ഇടാം. ഓ അത് ശരി. ആ ഇങ്ങനെ ബേക്ക് ചെയ്യാൻ കഴിക്കണം, അല്ലാതെ കഴിക്കാൻ പറ്റുന്ന. അല്ല, മസാല ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് മസാല ഇട്ടിട്ട് അത് വെച്ചാൽ മുളകും ഉപ്പും മഞ്ഞളൊക്കെ തേച്ചിട്ട് അങ്ങനെ വെക്കും ചെയ്യാം അല്ലേ. ഓ അങ്ങനെ ചിക്കൻ ആണെങ്കിലും ഹാഫ് ഫ്രൈ ചെയ്തിട്ട് ഇട്ടിട്ട് അങ്ങനെയും വെക്കാം. എങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളവർ ഉണ്ടാക്കാം. ഇതെന്താ വെച്ചാല് എണ്ണ ഉണ്ടാവില്ല അങ്ങനെ അല്ലേ, അങ്ങനെ ഒരു ലീവ്സ് ഇട്ടൂടെ, ലെറ്റ്യൂസ് ഒക്കെ ഇതില്ല. ചീസ് ഇങ്ങനെ ചൂടാക്കി ചൂടാക്കി. പച്ച തിന്നണത്. അപ്പൊ വേറെ ടൈപ്പ് ലീവ്സ് ഒന്നും ഇടാൻ പറ്റില്ല ഇതില്. ആ മാറില്ല. ലീസ് എന്താ വെച്ചാ ബേക്ക് ചെയ്ത വേറൊരു ടേസ്റ്റ് സാലഡ് ഉണ്ടാക്കാനല്ലേ. ലെറ്റീസ് ഒക്കെ പച്ച കഴിക്കുക. ഇപ്പൊ എന്തായാലും വെതർ ഇത് ഗാർലിക്. ബട്ടർ ഇട്ടിട്ട് നമ്മൾ അതിന്റെ മുകളിലോട്ട് ചിക്കൻ ഓ ചെറുതാക്കി പീസാക്കി. ഇതിലൊന്നും ചെയ്തിട്ടില്ലല്ലോ, നമ്മളങ്ങനെ ചിക്കൻ കഴുകി. ഇങ്ങനെ ഇഷ്ടമല്ലാത്ത ഇതിപ്പോ എന്താ വെച്ചാൽ പിള്ളേർക്ക് എരിവുണ്ടാവില്ലേ, ടേസ്റ്റ്. ആ അതെ. ആ ഇപ്പൊ മസാല ഇഷ്ടമുള്ളത് ഒന്ന് ഹാഫ് ഫ്രൈ ചെയ്തിട്ട് മസാല ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് സാല ഫ്രൈ ചെയ്തിട്ട് ഇതിലിട്ടാ മതി അല്ലേ. ഇതിപ്പോ കുട്ടികൾക്ക് വേണ്ടിട്ടാ. കുട്ടികള് ഇവിടെ എന്താന്ന് വെച്ചാ നിക്കിക്കും മാഡിക്കും ഭയങ്കര ഇഷ്ടമാണ് വെജിറ്റബിൾസ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതും ചിക്കൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതും. അപ്പൊ കുട്ടികളൊന്നും കഴിക്കണില്ല വെജിറ്റബിൾ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താല് ഒന്നും ചെയ്തിട്ടില്ല. നമ്മളെല്ലാം ഇടും. ഇത് മാത്രല്ല, ഇതിന് ഈ സോസ് ഇതിന്റെ മുകളിൽ പാരുക അല്ലേ. ഇതിന്നൊക്കെ ലിക്വിഡ് വരും. ഓ അതെ. ജ്യൂസി ഇട്ട് വരുമല്ലോ ഒക്കെ. ഓവൻ ഇല്ലാത്തവർക്കാണെങ്കിൽ സെയിം സാധനം നമുക്ക് സോർട്ട് ചെയ്തിട്ട് ചെയ്യാം അല്ലേ. ഓ വെജിറ്റബിൾസ് നമ്മള് പാനില് അങ്ങനെ സോർട്ട് ചെയ്തിട്ടും വെക്കാം അല്ലേ. കണ്ട വല്ലവരും സെലക്ട് ചെയ്യോ ഷെഫിനെ? എന്തിന് എന്താണ് ഇത് കുരുമുളക് പൊടി അല്ല അല്ലേ, കുരുമുളകല്ലേ. ആ അതെ, ഇതില് കുറച്ച് സാധാരണ പെപ്പർ പൗഡർ. സാൾട്ടും ഇങ്ങനെ വെതർ ചെയ്യാം. ലാസ്റ്റ് ഇതിന്റെ ജ്യൂസിൽ എല്ലാം അടങ്ങിയിട്ടുണ്ടാവും, എല്ലാതും അറിയുണ്ടാവും അല്ലേ. ചിക്കൻ മാത്രം കുറച്ച് ഇതായിരിക്കും ബ്ലാൻഡ്, എന്നാലും നിങ്ങള് ബെറ്റർ ആണ്. അതെ, ഹെൽത്തി. പിന്നെ ഉപ്പ്. ഈ ഉപ്പ് എന്തുപ്പാ മോളെ? പിങ്ക് സോൾട്ട്, ഹിമാലയൻ പിങ്ക് സോൾട്ട് ആണ് ഞങ്ങൾ ഇപ്പൊ യൂസ് ചെയ്യുന്നത്. നല്ലതായിരിക്കും അല്ലേ. എല്ലാം നമ്മളുടെ അല്ല ഇതാണ് ഇപ്പൊ കഴിക്കാൻ എല്ലാവരും ഉപയോഗിക്കണെന്നല്ലേ പറയുന്നത്. മറ്റേ എന്താന്ന് വെച്ചാ കല്ലുപ്പ് അങ്ങനെ
അങ്ങനെ നല്ലത് കിട്ടിയില്ല. അപ്പൊ ഞങ്ങള് പിന്നെ അതെ. ഇത് നല്ലതാണെന്നല്ല കുറെ ഞാൻ കേട്ടിട്ടുണ്ട് നല്ലതാണ്, പക്ഷെ നമ്മളവിടെയൊക്കെ അത് കിട്ടുമെന്ന് അറിയില്ല കേട്ടോ. കിട്ടുന്നുണ്ടാവും. അടുത്തത് നമ്മൾ ബട്ടറാണ് എടുത്തത്. ശരിക്കും ഇതൊരു ഹെവി ഫുഡാണല്ലേ, എല്ലാതും ഉണ്ടല്ലോ. ബട്ടർ ഉണ്ട്, പിന്നെ എന്താണ് എല്ലാ ചീസ് ഇടില്ലേ അല്ലേ? ചീസ് അങ്ങനെയും ചെയ്യാം, ക്രീമി ഒക്കെ ആണേ. ഓ, ഇതൊക്കെ ഉണ്ടാക്കണം വിചാരിക്കട്ടോ, പക്ഷെ എനിക്ക് എന്താവോ അതൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാ. എളുപ്പമാണ് പക്ഷെ അച്ഛൻ ചിരിക്കുക. അച്ഛാ ഗോ പോയി ട്രൈ ചെയ്യൂ. എനിക്ക് കത്ത് ഭയങ്കര ഇഷ്ടമാണ്. അതെ അച്ഛന് അവിടെ പക്ഷെ സത്യം പറഞ്ഞാൽ അല്ല ഏറ്റവും എളുപ്പമാണ്, ഒന്നും ചെയ്യണ്ട. പക്ഷെ അല്ലാതെ ഏറ്റവും ഈസിയാണ്. അതെ, പക്ഷെ ഞാൻ വിചാരിക്കട്ടുണ്ട് ഓവൻ ഓണാക്കാൻ മടിയാണെങ്കിൽ അതാണ് ജസ്റ്റ് സോർട്ട് ചെയ്താൽ മതി. അതല്ല മടിയായിട്ടല്ല, എന്തിനിത്ര സമയം വേസ്റ്റ് ചെയ്യുന്നു. സമയം എന്താ വേസ്റ്റ്? സമയം ഏറ്റവും കുറവ് അതിന് വേണ്ടു. ഒരു ചോറ് അല്ല വെട്ടിപ്പുഴുങ്ങി വെക്കുന്ന വെജിറ്റബിൾസ്. ഇനി വേണോ നാരങ്ങ? ഓ, നാരങ്ങ അങ്ങനെ മുറിച്ചിട്ടാൽ അതിന്റെ ഒരു ടേസ്റ്റ് വരും, നല്ല കയപ്പവും വരും. മതി എന്നാ ചെയ്യാം, അധികം വേണ്ട. കവർ ചെയ്യണോ? അലുമിനിയം വേണ്ടല്ലേ? ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുക അല്ലേ? ഒലിവ് ഓയിലാണ് ഏറ്റവും. ഓക്കെ, അറബിക് ഫുഡ് ഇംഗ്ലീഷ് ഒലിവ് ഓയിലാണ്. അതാണ് വെളിച്ചെണ്ണ. പക്ഷെ നമുക്ക് നമ്മുടെ കുക്കിങ്ങിന് മുതലാവില്ല. അതെ, ഇത് മുഴുവൻ ഇതിൽ പാരുണ്ട്. സ്പെഷ്യൽ ഫുഡിന് മാത്രം ഉപയോഗിക്കാം. പ്രീ ഹീറ്റ് ആയിട്ട് വേണ്ടേ വെക്കാൻ? കാലം കൈമാറി. ഓവനിൽ വെച്ചു. ഓവനില് എത്ര കീപ്പ് ചെയ്യുന്ന ടെമ്പറേച്ചർ? സെയിം ടെമ്പറേച്ചർ മാറ്റാൻ പാടില്ല. ആ ശരി, അത് മാറ്റരുത് അല്ലേ? പിന്നെ നമ്മൾ ടൈമാണ് സെറ്റ് ചെയ്യേണ്ടത് അല്ലേ? 5 മിനിറ്റ് വേണമെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് 15 മിനിറ്റ് നോക്കുകയാണെങ്കിൽ നോക്കിയിട്ട് ഒന്ന് വേണമെങ്കിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 25 മിനിറ്റില് അധികം വേണ്ടല്ലോ. ആവശ്യമില്ല, 25 മിനിറ്റിലൊക്കെ ഇതിലിപ്പോ ഒന്നും വേവാത്തില്ലല്ലോ. ഉരുളക്കിഴങ്ങാണ് മാക്സിമം ടൈം എടുത്തത്. ചിക്കനൊക്കെ പെട്ടെന്ന് ബോൺലെസ് അല്ല, ബാക്കി ഒന്നും കുക്കാവാനില്ലല്ലോ. അപ്പൊ 25 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം അല്ലേ? അപ്പൊ ഹാഫ് ടൈം ആയിട്ടോ 25 മിനിറ്റാണ് വെച്ചിരിക്കണേ. ഇതാണ്ട് ഇങ്ങനെ മെൽറ്റ് ആവുന്നുണ്ടല്ലേ, സ്മെല്ല് വരെ തുടങ്ങിയിട്ടാ. ഒരു 10 മിനിറ്റ് കൂടി ഇരിക്കട്ടെ അല്ലേ? അത് തുറന്നു നോക്കണ്ടോ? ഇല്ലല്ലോ, 2 മിനിറ്റ് ഞാൻ എടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് വെക്കാം. ചിക്കൻ്റെ ഒക്കെ ഒന്ന് ഇപ്പം തുറന്നിട്ട് എന്താ മിക്സ് ചെയ്തിടണോ? മിക്സ് അറേഞ്ച് ചെയ്യണമെങ്കിൽ പുറത്തേക്ക് എടുക്കണം. എല്ലാം ബോയിലായിരിക്കണോ എന്നാലും ഒന്ന് മിക്സ് ഇതേ തിരിച്ചിടണം അല്ലേ? ഓ, നല്ല വെന്തു അല്ലേ? ഉപ്പൊക്കെ പിടിച്ചില്ലേ? ഉപ്പ് പിടിച്ചില്ല. ഇല്ലല്ലേ? ഓ, ഇപ്പൊ നല്ല ജ്യൂസി ആയി. എന്തോ വെള്ളം കണ്ടോ? നല്ല ജ്യൂസി ആയിട്ട് കാണുന്നുണ്ടായില്. ഈ വെള്ളമാണ് ഇതിന്റെ ടേസ്റ്റ്. ഇനി ഇത് തിരിച്ചിട്ടിട്ട് ഇനി എത്ര മണി വയ്ക്കണ്ടോ? പൊട്ടറ്റ് വഴറ്റില്ല. 510 മിനിറ്റ് കൂടി ഉണ്ടല്ലോ. എടുക്കണമെന്നില്ല, ജസ്റ്റ് എടുത്ത് എന്താ ചെയ്യാ, ചിക്കനിന്റെ മസാല ഇല്ലാത്തോണ്ട് ആ ജ്യൂസൊക്കെ ഒന്ന് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇളക്കുകയാണല്ലേ? വെള്ളത്തിൽ നല്ല ഉപ്പും ഇതൊക്കെ ഉണ്ട്. ഓ, അത് ശരി. അപ്പൊ എന്താ പറയാ, ഇതൊക്കെ മെൽറ്റായി കഴിഞ്ഞു. എന്താ പറയാ, വെണ്ണയൊക്കെ അല്ലേ? ബട്ടർ എണ്ണയൊക്കെ പിടിച്ചു അതില് പിടിച്ചു. ചിക്കനും വെന്തിരിക്കണം. ചിക്കൻ നന്നായിട്ട് വെന്തു. പൊട്ടറ്റ മാത്രമേ ഇനി വേവാറുള്ളൂ. 10 മിനിറ്റ് ചൂടുണ്ട് കൈ. ഹെവി എന്ന് പറഞ്ഞാൽ ഇത് നല്ലതാണ്. ഇന്നലെ മസാലകളൊന്നും ഇല്ലല്ലോ അധികം. 10 മിനിറ്റും കൂടി വേണം അല്ലേ? പിന്നെ വേണ്ടല്ലോ, പിന്നെ വേണ്ട. കറക്റ്റ് വന്നില്ല. എന്തായി? ആയി, പുക വന്നല്ലോ. ആയോ എന്തോ ആയി, അടിപൊളി. സൂപ്പർ. Very nice, very nice. Let's take a photo. ഫോട്ടോ എടുക്കാം. നല്ല ജ്യൂസി ചെയ്യല്ലേ? Ready to eat? Yes. നിക്കിക്ക് വേണ്ടേ?
എനിക്ക് ഞാൻ കൊടുക്കാം. അതെ നോക്കിയിട്ട് വെക്കാം. ടേസ്റ്റ് ചെയ്തോ? കാത്തിരിക്കണം. ഭക്ഷണം മറന്നുള്ള ആദ്യം ഗണപതിക്ക് എന്തോ പാവം ഗണപതി ഉണ്ട്, കുട്ടി ഗണപതി ഉണ്ട്. പാവണ്ട് ആരാ ഇവിടെ അയക്കിനാ വെയിറ്റ് ചെയ്യണോ? ആ സെർവ് ചെയ്യൂ. എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലെങ്കിൽ നന്നായി പറയണം. നന്നായില്ല, വെറുതെ എങ്ങനെ അല്ല ചൂട് നന്നായിട്ടില്ലെങ്കിൽ നന്നായി പറയണം. ഇത് പൊട്ടറ്റോ കഴിച്ച് പൊട്ടറ്റൊക്കെ നല്ല വെന്തുട്ടോ, നല്ല പാകത്തിനുള്ള ഇതിൽ ഞാൻ ഒന്നും ഒഴിക്കണ്ടല്ലോ. ഉപ്പ് മുളക് എല്ലാം പാകത്തിനേ ഉള്ളൂ. മുളക് പറഞ്ഞ കുരുമുളകിന്റെ ഒരു ടേസ്റ്റ് കേട്ടോ. എങ്ങനെയുണ്ട് എല്ലാവരും? നോക്കിട്ട് പറയോ? സൂപ്പർ ആണോ പറയൂ എനിക്ക്. ഉണ്ടാക്കിയ ആള് പറയണ്ട. യമ്മി സൂപ്പർ സൂപ്പർ. പറയൂ, സൂപ്പർ പറയൂ, സൂപ്പർ പറയൂ. സൂപ്പർ. അതൊന്നും പിന്നെ അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലേ? അത് സെയിം മീ. I like continental. യെസ്. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയായിട്ട്. ഓക്കെ then. അപ്പോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഷെയർ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നും പറയണ മാതിരി ഒന്ന് ഉണ്ടാക്കി എല്ലാവർക്കും. നോക്കാൻ ഞാൻ അധികം പറയില്ല, അത് കൊച്ചു. ഒരു പണിയില്ല, നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ആണ് ഇത്. ട്രൈ. അപ്പൊ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഒരു ഡിന്നറായിട്ട് കഴിക്കാൻ പറ്റിയ. പച്ചച്ചക്ക കറി ഇടാം. അതെ, അതും ഇടല്ലേ? അതെ. അപ്പൊ എന്ത് വേണമെങ്കിലും നമുക്ക് എന്താണ് വെജിറ്റബിൾ ആയിട്ട് ഇടാം. പക്ഷെ മത്തങ്ങയും കുമ്പളങ്ങയൊന്നും അല്ല, മറ്റേ ഇങ്ങനത്തെ കോളിഫ്ലവറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ബൈ. Chef, bye.